അപ്പോൾ പറയാറുള്ളത് പോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ എക്സ് അടക്കം പ്രധാനമായും എക്സിനെ അല്ലെങ്കിൽ പഴയ ട്വിറ്ററിനെ ആശ്രയിക്കുന്നതിന് കാരണം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ, രാഷ്ട്രീയ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഒക്കെ വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള, ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം മറ്റൊരു തലത്തിൽ ചിന്തിക്കുന്ന വലിയൊരു സംഘം ട്വീപ്പുകളുടെ ഒരു കേന്ദ്രമാണ് എക്സ്. അതുകൊണ്ട് തന്നെ എക്സിനെയാണ് കൂടുതൽ ആശ്രയിക്കുക. പലപ്പോഴും ഫേസ്ബുക്കും ഇൻസ്റ്റയും സോഷ്യൽ സ്കൂപ്പ് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എഡിറ്റർ സായി അവിടെ നിന്ന് രാവിലെ പറഞ്ഞത് കൂട്ടിലടച്ച കിളിയുടെ സെഗ്മെന്റ് എപ്പോഴാണെന്ന്. എന്നാലും നമുക്കത് നോക്കി തുടങ്ങാം അല്ലേ? ആദ്യത്തേത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ? ടൈംസ് ആൾജിബ്രയുടെ Anti-India Hindenburg again comes up with a propaganda report targeting Adani എന്നതാണ്. അത് നമുക്കറിയാം, മുൻ SEBI ചെയർമാനും ഒക്കെ എതിരായിട്ടുള്ള റിപ്പോർട്ട്. പക്ഷേ ഈ റിപ്പോർട്ട്, ഈ ആരോപണം അവർ നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ സുപ്രീം കോടതിയെയും സൈന്യത്തെയും പാർലമെന്റിനെയും ഒക്കെ ഇവർക്ക് വേണമെങ്കിൽ ലക്ഷ്യമിടാം എന്ന് പറയുന്നുണ്ട് ടൈംസ് അൽജിബ്രയുടെ എക്സ് പോസ്റ്റിൽ. സെബി ചെയർമാന്റെ വിശ്വാസ്യത തകർക്കുക, അപ്പോൾ അന്വേഷണം നടന്നു കഴിയുമ്പോൾ അന്വേഷണത്തിന് വിശ്വാസ്യതയില്ല എന്ന് സ്ഥാപിക്കുക, അതിന് മുൻകൂട്ടി ചെയ്തിരിക്കുന്ന സംഗതിയാണ്. ഗൂഢാലോചനയുണ്ട്, രാജ്യാന്തര ഗൂഢാലോചനയുണ്ട് എന്ന് ആവർത്തിച്ച് പല നേതാക്കളും പറയുമ്പോൾ അത് പുച്ഛിച്ചു തള്ളിയിരുന്നു. ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടാനാണെന്ന് ദിവസം പ്രതി കടന്നു വരുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന തെളിവുകളാണിത്, ചിത്രങ്ങൾ സഹിതം. നമുക്ക് അടുത്തത് കാണാം. പ്രതിഷേധ പ്രകടനമാണ് ബംഗ്ലാദേശിൽ. അതെ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഉള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെമ്പിൾസ് എന്ന സ്ലോഗൻ ഉയർത്തിയ ബാൻഡറോട് കൂടിയാണ് അവർ പ്രതിഷേധിക്കുന്നത്. നമ്മൾ നേരത്തെ വാർത്തകളിൽ പറഞ്ഞിരുന്നു, ഗൗതം പറഞ്ഞിരുന്നു, കാരണം ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയ കഥ, ധാക്ക അടക്കമുള്ള നഗരങ്ങളിൽ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ. ഇത് UK-യിൽ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ, ഹൗസ് ഓഫ് കോമൺസിനും ഹൗസ് ഓഫ് ലോർഡ്സിനും മുന്നിൽ വലിയൊരു സംഘം കൂട്ടുചേർന്ന് ഒത്തൊരുമിച്ച് ബംഗ്ലാദേശിനു വേണ്ടി, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തെക്കുറിച്ചുള്ള ദൃശ്യങ്ങളാണ്. ANIയുടെ എക്സ് പോസ്റ്റ് ആണ് വീഡിയോ സഹിതമുള്ളത്. സമാനമായി മറ്റിടങ്ങളിലും ഉണ്ട് എന്നതുകൂടി ഓർക്കുക. അടുത്തത് ചെറായിലെ വഖഫ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള ബില്ല്. ആ പ്രദേശത്തെ പാർലമെന്റ് MP അതിനെതിരെ അടിയന്തര പ്രമേയവുമായി രംഗത്ത് വരിക പ്രദേശവാസികളോടുള്ള എത്ര വലിയ ചതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹൈബി ഈഡന്റെ ചിത്രമാണ്. ഹൈബി ഈഡൻ നേരത്തെ ഇത് പഴയൊരു പ്രതികരണമാണ്. ചെറായിലേക്ക് അദ്ദേഹം എത്തി പഴയൊരു പ്രതികരണം നടത്തിയതാണ്. ഓഡിയോ ഇല്ല. എന്തായാലും ഈ വിഷയം നമ്മൾ ഇന്ന് വാർത്തയാക്കുന്നുണ്ട്. ഇത് അന്ന് തന്നെ ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. വീണ്ടും അവിടേക്ക് പോവുകയാണ്. ഒന്നിലധികം ഇടങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഈ വഖഫ് നിയമം, നിലവിലുള്ള വഖഫ് നിയമം ദുരുപയോഗപ്പെടുത്തി അല്ലെങ്കിൽ സാധ്യതകൾ ഉപയോഗിച്ച് ശരിക്കും ലാൻഡ് ഗ്രാബിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമി പിടിച്ചെടുക്കുകയാണ്, ഭൂമി കൈയടക്കുകയാണ്, കയ്യേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ പല പ്രേക്ഷകരും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണിക്കുകയും പറഞ്ഞിരുന്നു. പക്ഷെ ചെറായിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കൊച്ചിയിലെ മറ്റിടങ്ങളിലും ഉണ്ട്. കാത്തിരിക്കുക, അതിന്റെ വിവരങ്ങൾ, വാർത്തകൾ കൂടി നാളെയും ഒക്കെയായിട്ട്. കേരളത്തിലെ ഈ വഖഫ് നിയമത്തിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചവരുണ്ട്, ഇതിനെതിരെ രംഗത്ത് വന്നവരുണ്ട്, അതിരൂക്ഷമായി പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർ കാത്തിരിക്കുക. ഇത് കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് ജനം TV പുറത്തുവിടുന്നുണ്ട്. തിരുച്ചെന്തുറയിൽ നിന്നുള്ള ആ ഞെട്ടിക്കുന്ന വാർത്തയും കാഴ്ചയും കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഒന്നല്ല 5 ക്ഷേത്രങ്ങൾ, 3 പഞ്ചായത്ത് അടങ്ങുന്ന ഒരു വലിയ ഗ്രാമം മുഴുവൻ വഖഫ് ബോർഡ് അങ്ങ് തീരുമാനിക്കുന്നു വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്ന്. അവിടുത്തെ സംസ്ഥാന സർക്കാർ പറയുന്നു ഓക്കെ അങ്ങനെ തന്നെ എന്ന്. കേരളത്തിലെ വഖഫ് കാഴ്ചകളും തന്നെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അക്ഷയുടെ എക്സ്പോസ്റ്റ് ആണ് ഇത്. ആ പേര് വായിക്കാൻ ഞാൻ ഇത്തിരി പണിപ്പെടുകയായിരുന്നു. ഫോണ്ട് ഒരു പ്രത്യേക രൂപത്തിലാണ്. അക്ഷയ് എക്സ് എന്നാണ്, അക്ഷയ് ബ്ലോഗ്സ്. ശരി, അടുത്ത് നോക്കാം. സണ്ണി കവലക്കാട്ടിന്റെ ബംഗ്ലാദേശിലെ BNPയുടെ താരിഖ് റഹ്മാനിയെ ലണ്ടനിൽ വെച്ച് രാഹുൽ ഗാന്ധി കണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അട്ടിമറിയും കൂട്ടക്കൊലയുമായി മുന്നോട്ട് പോകാൻ ഉത്തരവിട്ടു. ബംഗ്ലാദേശ് ബ്ലിറ്റ്സിന്റെ എഡിറ്ററായ സലാവുദ്ദീൻ ചൗധരിയാണ് ഈ വിവരം പങ്കുവെക്കുന്നത്. ജനാധിപത്യം
ഭീഷണിയിലാണ് എന്ന അടിക്കുറിപ്പോടുകൂടി. അത് റിപ്പബ്ലിക് ചാനലിൽ അർണബ് ഗോസ്വാമി നടത്തിയ ചർച്ചയിലാണ് ഈ ആരോപണം ഉയർന്നത്. ആ ഓർമ്മപ്പെടുത്തൽ, ആ വിവരങ്ങൾ കൂടിയാണ് നോക്കാം. സോഷ്യൽ സ്കൂപ്പിൽ നമ്മൾ കാണിക്കുന്നത്. മറ്റൊന്ന് ഇതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്നാണ് പറയുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് ഓൺ രാഹുൽ ഗാന്ധി ബൈ ഷെഹസാദ് on being shown a picture of Modi and Rahul. Comment: real Hindu and real Hindu എന്നാണ് ആ കമന്റ്. ഭിക്കു മാത്രയുടെയാണ്, മുംബൈ ഡോണിന്റെയാണ് ഈ എക്സ് പോസ്റ്റ്. അടുത്ത് നോക്കാം. Just brilliant. സുനന്ദ റോയുടെ എക്സ് പോസ്റ്റ് ആണ്. Why does Rahul Gandhi not address the situation of Hindus in Bangladesh for once? Anurag Thakur exposes the hate of Congress against Hindus. പ്രസക്തമായ ചോദ്യം. നമ്മൾ നേരത്തെ തത്സമയം പറഞ്ഞപ്പോഴും ആവർത്തിച്ചൊരു കാര്യമാണ്. ഗൗതമായി നമ്മൾ തത്സമയം നിന്നപ്പോൾ നമ്മൾ ചോദിക്കുകയും പറയും ഇരട്ടത്താപ്പ് നയം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദേഹമാസകലം ഭസ്മവും ചന്ദനവും ഒക്കെ വീശി കാഷായ വേഷം ധരിച്ച് കുറേ മാലകളൊക്കെ വാരിയിട്ട് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി പൂജിക്കുന്നതായി അഭിനയിക്കുന്ന നേതാവിനെ കുറിച്ചാണ് അനുരാഗ് ഠാക്കൂർ ആഞ്ഞടിക്കുന്നത്. എന്തേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി നിങ്ങളുടെ നാവ് പൊന്താത്തത് എന്നുള്ള ചോദ്യമാണ് അനുരാഗ് ഠാക്കൂർ ചോദിച്ചത്. മറ്റൊന്ന് ANAയുടെ എക്സ്പോസ്റ്റ് ആണ്. നമ്മൾ ആദ്യം കണ്ട വീഡിയോയുടെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ കണ്ടതാണ്. ഇൻകോശി ആൾക്കാരെ കണ്ടാൽ കടക്കുപുറത്ത് എന്നൊക്കെ പറയുന്നവർക്ക് കുട്ടികളോട് ഇങ്ങനെ സ്നേഹം കാണിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒന്നും കഴിയില്ല. ഞാൻ കൂടെയുണ്ട് എന്നൊരു മെസ്സേജാണ് ഇന്ന് മോദി നൽകിയത്. തുടക്കത്തിൽ നമ്മൾ പലവട്ടം പറഞ്ഞ ചിത്രങ്ങളിൽ ഒന്ന് നോക്കൂ, കുട്ടി ചേർത്ത് പിടിച്ചിരിക്കുന്ന സന്തോഷം നൽകുന്ന ഒരു ചിത്രമായി ഇതിനെ വിലയിരുത്താം. എല്ലാവരും ഒന്നടങ്കം റീപോസ്റ്റ് ചെയ്ത റീട്വീറ്റ് ചെയ്ത ഒരു ചിത്രം കൂടിയായി ഇന്നലെ ഇത്. ഒറ്റ ചിത്രം, അടിക്കുറിപ്പ് വേണ്ടാത്തൊരു ചിത്രം, വിശേഷണം വേണ്ടാത്തൊരു ചിത്രം, കമന്റുകൾ വേണ്ടാത്തൊരു ചിത്രം. എബിൻ റഹീമിന്റെ പോസ്റ്റാണ്. റിയലും ഫോട്ടോഷൂട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത്രയും റിയൽ ആയ ഒരു ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. എന്തു തന്നെ ആയാലും ഇന്ന് വയനാട്ടിലെത്തിയ നരേന്ദ്രമോദി ഒരു റിയൽ സ്റ്റേറ്റ്സ്മാൻ ആണ് എന്ന് തന്നെ തോന്നിപ്പിച്ചു. ഒരു പ്രധാനമന്ത്രി ഇത്രയും മണിക്കൂറുകൾ ഒരു ദുരന്ത ഭൂമിയിൽ ചെലവഴിച്ചു എന്നത് ഏറ്റവും മാതൃകാപരമായ നടപടിയാണ്. മേപ്പാടി ദുരന്തത്തിൽ ഉമ്മയൊഴികെ മറ്റെല്ലാവരെയും നഷ്ടപ്പെട്ട മരണത്തെ അതിജീവിച്ച 3 വയസ്സുകാരി നൈസയെ ചേർത്ത് പിടിക്കുന്ന ആ ചിത്രം പങ്കുവച്ചിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. എബിൻ എന്ന ട്വിറ്റർ എബിൻ റഹീം. എബിൻ റഹീം. ഇത് നേരത്തെ ഇതിന്റെ തന്നെ വീഡിയോ നമ്മൾ കാണിച്ചതാണ്. അക്ഷയ് എക്സിന്റെ എക്സ് പോസ്റ്റ് ആണ്. കാര്യമാണ്. ഹിന്ദു വോയിസ്. Hindu minorities of Bangladesh are rising against the Islamic atrocities. Protest in Kulgam district. Keep fighting to live with dignity. നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതാണ്, പല ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നു എന്നുള്ളതാണ്. RBI's balance sheet is 2.5 times the size of Pakistan's GDP. പാകിസ്ഥാന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെക്കാളും 2.5 ഇരട്ടി വലുതാണ് ഭാരതത്തിന്റെ RBIയുടെ ബാലൻസ്. ആ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ നില ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വീണ്ടും വളരുകയാണ്. 3ാം ലോക വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് ഓരോ ദിവസം വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകളെ കൂടി വിലയിരുത്താം. അതിവേഗത്തിൽ കുതിക്കുകയാണ് ഭാരതത്തിന്റെ സാമ്പത്തിക നില, അതിവേഗത്തിൽ കൂപ്പുകുത്തുകയാണ്. നമുക്ക് സന്തോഷിക്കാൻ വകയില്ല, പക്ഷെ സ്വയം കുഴിച്ച കുഴിയിൽ അവരിങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും യാഥാർത്ഥ്യം കാണാതെ സ്വന്തം ജനതയെ പോലും മറന്ന് മത്സരിച്ച് സൈനിക നേതൃത്വവും ഭരണ നേതൃത്വവും മറ്റിടങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം നാടും നാട്ടുകാരും ഏത് അവസ്ഥയിലാണ്. ഒരുപക്ഷെ നമ്മൾ ബംഗ്ലാദേശിനെ ഓർത്ത് പേടിക്കേണ്ടതും ഈ ഒരു കാര്യത്തിലാണ്. അവിടെയും സമ്പദ് വ്യവസ്ഥ ഇനി എപ്രകാരം പോകുമെന്നാണ്. കാരണം ദിവസങ്ങൾ നീണ്ട, ഒരുപക്ഷെ മാസങ്ങൾ നീണ്ട പ്രക്ഷോഭം എന്ന് പറയേണ്ടി വരും. ആഭ്യന്തര കലാപത്തിനൊടുവിൽ ബംഗ്ലാദേശിലും സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാവുക എന്നൊരു വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ അയൽരാജ്യങ്ങളുടെ അവസ്ഥയാണെന്ന് ഓർക്കുക. ഇത് എന്തായാലും ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചിത്രങ്ങൾക്ക് അജിത് ഭാസ്കർ ഓഡിയോ ഇല്ല, പിന്നെ ഈ മോന്തോ കാണിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും അങ്ങനെ തന്നെ കാണിക്കാൻ നമുക്ക് ചില കോപ്പിറൈറ്റ് പ്രശ്നങ്ങളുണ്ട്. അതുകൂടി മനസ്സിലാക്കുക.